നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ടോപ്പിക്ക് മുഹൂർത്തത്തിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ആ മുഹൂർത്തത്തിനെ കുറിച്ചുള്ള ടോപ്പിക്ക് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ടായതുകൊണ്ട് അതിനിടയിൽ പൂർണ്ണമായി പറഞ്ഞു നിർത്താനായിട്ട് അത് കഴിഞ്ഞില്ല. അപ്പോൾ അത് അതിൽ തുടങ്ങിക്കൊണ്ട് നമുക്ക് ഇന്ന് ആരംഭിക്കാം. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഊൺനാളുകളുടെ പ്രാധാന്യമാണ്. കാരണം നമ്മുടെ മുഹൂർത്ത ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ 27 നക്ഷത്രങ്ങളെ 16 ഊൺനാളുകളും 11 അല്ലാത്ത നാളുകളും ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പം അതിൽ ഈ നമ്മൾ സുപ്രധാനമായ കാര്യങ്ങളെല്ലാം ശുഭകരമായ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഊൺനാളുകളാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലുള്ള ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. കാരണം നമ്മളിപ്പം ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഗുരുവായൂരോ അല്ലെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിലോ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ എവിടെ ആയാലും കുഞ്ഞിന് ഊണ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമുക്ക് സൗകര്യപ്രദമായ ഒരു ദിവസമാണ് ഊണ് കൊടുക്കാനായി കൊണ്ടുപോകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ മുഹൂർത്ത ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഊൺനാളുകളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഊൺനാളുകൾ വരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് ഊണ് കൊടുക്കാനുള്ളത്. പിന്നെ അതുമാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ ലഗ്നവും മുഹൂർത്ത ലഗ്നവും അതിൻ്റെ ചില ഒരുപാട് ലക്ഷണങ്ങളും നക്ഷത്രങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലേട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാലും ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ഊൺനാളുകൾ. അതെങ്കിലും എല്ലാവരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം എന്നെനിക്കൊരു അപേക്ഷയുണ്ട്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ ജ്യോതിഷത്തിലുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നമ്മൾ അതിനുവേണ്ടി മെനക്കെടാറില്ല, ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. കാരണം നമുക്കിപ്പോൾ ഈ സമയത്തിൻ്റെ പ്രസക്തി, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സമയത്തിനാണ് ജ്യോതിഷത്തിൽ പ്രസക്തി എന്നുള്ളത്. അപ്പോൾ ആ സമയം എങ്ങനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് ഏത് കാലത്ത് ഏത് സമയത്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിരവധി മുഹൂർത്ത ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അതെല്ലാം കാലക്രമേണ ഞാൻ ഇതേപോലെ പല പല ടോപ്പിക്കുകളായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളായി പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഉള്ളിൽ തട്ടി മനസ്സിലാക്കാനും അത് പിന്നീട് നിങ്ങൾക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കി അതുപോലെ രീതിയിൽ പ്രവർത്തിക്കാനും കഴിയും. അതിനും കൂടിയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ പ്രാധാന്യത്തിലേക്ക് കൂടെ നമുക്ക് വരാം. ഇന്ന് വൃശ്ചികം 1 ഇന്ന് നമ്മൾ നമ്മുടെ മണ്ഡലകാലം ആരംഭിക്കുകയാണ്. ശബരിമല നട തുറന്നു. പിന്നെ മറ്റുള്ള നമ്മൾ മണ്ഡലവ്രതം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണ് വൃശ്ചികം 1 എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. കാരണം സൂര്യൻ തുലാം രാശിയിൽ നിന്ന് വിട്ട് വൃശ്ചിക രാശിയിലേക്ക് കടക്കുന്നതാണ് വൃശ്ചിക ആരംഭം. അപ്പം അത് യഥാർത്ഥത്തിൽ എന്താണ് ഈ മാസം എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാശികൾ 12 രാശികളാണുള്ളത്. അപ്പോൾ ഈ ഓരോ രാശിയിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്ന ആ കാലത്തിനെയാണ് നമ്മളൊരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൊല്ലവർഷം ആരംഭിക്കുന്നത് ചിങ്ങമാസത്തിലാണ്. ചിങ്ങമാസത്തിൽ ആരംഭിച്ച് കർക്കിടകത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് കൊല്ലവർഷം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പം അതിൽ തന്നെ നമ്മൾ ചില മാസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കുന്ന മാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മാസങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ ജ്യോതിഷം എന്ന് പറയുന്ന കാലത്തെ ആസ്പദമാക്കിയുള്ളതാണ്. പിന്നെ കാർഷിക കാര്യങ്ങളും നമ്മൾ ഈ സൗര മാസങ്ങൾ അല്ലെ സൂര്യൻ്റെ സഞ്ചാരത്തിനെ ആസ്പദമാക്കിയാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ കൃഷി ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പഞ്ചാംഗത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അതെല്ലാം നശിപ്പിച്ചിട്ട് നമുക്ക് തോന്നിയ വാസം പോലെ നമ്മൾക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ഓരോ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യാനായി തയ്യാറാവുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പം അതിൽ നിന്ന് നമ്മൾ എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് നമുക്ക് വേണ്ടത്. അപ്പം അത്തരത്തിൽ ഒരു തിരിഞ്ഞു നോട്ടം നടത്തുമ്പോൾ പലതും പഴയ കാര്യങ്ങളിലേക്ക് പഴയതിലേക്ക് പോവുകയല്ല, അതിൻ്റെ നന്മകളെ വീണ്ടും നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. അപ്പോൾ ഈ മുഹൂർത്തം എന്ന് പറയുന്നത് വിവാഹ മുഹൂർത്തം പോലും യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണ മണ്ഡപം, പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഹാളുകൾ നോക്കും. ആ ഹാള് എന്നൊക്കെയാണ് ഫ്രീ ആണോ അന്നാണ് അവർക്ക് മുഹൂർത്തം വേണ്ടതെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു കൃത്യമായി ഒരു ജ്യോതിഷം കൈയായിരുന്ന ജ്യോതിഷന് ഒരിക്കലും ഈ സമയത്ത് ഒരു മുഹൂർത്തം കുറിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഹൂർത്തം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായ ഒരു കാര്യമാണ്. കാരണം അതിന് ഒരുപാട് നിയമങ്ങളുണ്ട്.
പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ കാര്യമാകുമ്പോഴായാലും ഒരു വിഗ്രഹ പ്രവേശനത്തിനായാലും ഒരു കച്ചവട സ്ഥാപനം ആരംഭിക്കുന്നതിനായാലും ഏത് കാര്യത്തിനായാലും മുഹൂർത്തം കണ്ടുപിടിക്കുന്നതിന് അതിൻ്റേതായ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം അനുസരിച്ച് മാത്രമേ നമുക്കൊരു മുഹൂർത്തം കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷേ ഇന്ന് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഊൺനാൾ വിവാഹത്തിന് യഥാർത്ഥത്തിൽ ഈ ഊൺനാളുകളുമല്ല, അതിലും കുറച്ച് നാളുകളാണ് വിവാഹത്തിനുള്ള 11 നക്ഷത്രങ്ങൾ മാത്രമേ വിവാഹത്തിന് എടുക്കുന്നതുള്ളൂ. അപ്പം ആ 11 അത് ജൂൺ നാളുകളിൽ നിന്ന് 16-ൽ നിന്ന് വീണ്ടും അത് 11ആയിട്ട് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ വളരെ പ്രയാസകരമായ കാര്യമാണ് ഈ മുഹൂർത്തം എടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു മുഹൂർത്തം എടുക്കുന്നത്. അപ്പോൾ അതിന് പോലും ആരും തയ്യാറാവുന്നില്ല. കാരണം എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത്തരം അവരവർക്ക് തോന്നുന്ന സമയങ്ങളിൽ തോന്നുന്ന ദിവസവും വിവാഹം എല്ലാം നടത്തിയിട്ട് അവസാനം ഈ വിവാഹത്തിന് എന്തെങ്കിലും പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നേരം അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്ന ജ്യോതിഷശാസ്ത്രത്തിനാണ്. കാരണം നമുക്കിതൊരു മുഹൂർത്തം നമുക്ക് കുറിച്ച് തന്നതാണ്, എന്നിട്ടും അയാൾക്ക് അത് അറിഞ്ഞുകൂടായിരുന്നു, ഈ സമയത്ത് ചെയ്തുകൂടാ എന്നാണ് അവർ അന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പോകുന്ന വ്യക്തിയും കൂടെ അതിൻ്റെ ഒരു പരിധിവരെ ഉത്തരവാദിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്യോതിഷൻ അങ്ങനെ പ്രേരിപ്പിക്കപ്പെടുകയാണ് ഇന്ന ദിവസം മുഹൂർത്തം കുറിക്കാനായിട്ട്. അപ്പോൾ അതിൽ മുഹൂർത്തത്തിന് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് തിഥികളാണ്. തിഥികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള ദൂരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ശുക്ലപ്രഥമയിൽ തുടങ്ങി അമാവാസിയിൽ അവസാനിക്കത്തക്കവണ്ണമുള്ള 30 തിഥികൾ, ഏതാണ്ട് 30 ദിവസത്തോളം തന്നെയാണ് വരുന്നത്. ആ 30 തിഥികളെ അതിൽ തന്നെ നമ്മൾ നല്ല തിഥികൾ, ശുഭതിഥികളും വർജ്യമായ തിഥികളുണ്ട്. അപ്പോൾ അതിലെ ശുഭതിഥികളിൽ വരുന്ന ദിവസങ്ങളാണ് നമ്മൾ മുഹൂർത്തം, അതായത് ശുഭകാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി എടുക്കേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ പലപ്പോഴും ഈ പറഞ്ഞ ഈ ഹാളിൻ്റെ ലഭ്യതയുടെ പേര് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഉപേക്ഷിക്കേണ്ട തിഥികളിലാണ് പല ശുഭകാര്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നതെന്നാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തിഥി എന്താണെന്നും ഏത് തിഥിയിൽ കാര്യങ്ങൾ നടത്തണം എന്നും എല്ലാ കാര്യങ്ങളും എല്ലാവരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. കാരണം അപ്പോൾ അത്തരത്തിൽ നമ്മൾ അത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ നേരിട്ട് പഞ്ചാംഗം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇന്ന ദിവസം ഇന്ന ചതുർത്ഥിയാണ്, അല്ലെങ്കിൽ അന്ന് അമാവാസിയാണ്, ശരിയാണ്, അന്ന് നമുക്ക് ശുഭകാര്യം നിർവഹിച്ചുകൂടാ എന്നുള്ള കാര്യം നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ തന്നെ സ്വയം ഒരാളെടുത്ത് ആവശ്യപ്പെടില്ല ഇന്ന ദിവസം വേണം എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ മുഹൂർത്തം അല്ലെങ്കിൽ നോക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ആർക്കും ഒരു വ്യക്തത ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു അപജയം. കാരണം മുഹൂർത്തങ്ങൾ നമ്മൾ നോക്കിയിരുന്ന എന്താണ്, നമ്മൾ തുടങ്ങുന്ന ഒരു സംരംഭം, അല്ലെങ്കിൽ നമ്മൾ ആരംഭിക്കുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ നമ്മൾ പാലുകാച്ചി താമസിക്കാൻ പോകുന്ന ഒരു ഗൃഹാന്തരീക്ഷം, അതൊക്കെ നമ്മൾ ദീർഘായുസ്സും സാമ്പത്തിക അഭിവൃദ്ധിയും മറ്റുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ശുഭസമയത്ത് ഈ കാര്യങ്ങൾ നിർവഹിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അന്ന് ശുഭമല്ലാത്ത ഒരു അശുഭ സമയത്ത്, അശുഭ ദിനത്തിൽ ഇത് ആരംഭിച്ചാൽ അതിന് തീർച്ചയായിട്ടും പരാജയങ്ങളായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അത്തരം പരാജയങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഒരു അശുഭ സമയത്ത് അല്ലെങ്കിൽ അശുഭ ദിനത്തിൽ ഇങ്ങനെ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു ഗൃഹപ്രവേശം നടത്താനായിട്ട് നമ്മൾ ഒരിക്കലും തയ്യാറാവില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധം നമ്മളിൽ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലൊരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിതിൽ ഈ പറഞ്ഞ ചർച്ചകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇതിലുണ്ടാവും. അപ്പോൾ ഈ സംശയങ്ങൾക്ക് നിങ്ങൾ എന്ത് സംശയം ഉണ്ടായാലും നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് വഴി ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിൽ തന്നെ കമൻസ് ഇട്ടാൽ അതിന് മറുപടി ഇതേപോലെ ചർച്ചയിൽ പറയുന്നതാണ്. അല്ല, വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ മുഹൂർത്തം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും അതിൻ്റെ കാര്യങ്ങളും ബേസിക്കുകളും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ ജീവിതത്തിൽ ആയാലും അതിന് നന്മകളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറിവും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് എല്ലാവരും തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.